ഹലോ, ക്രാഫ്റ്റ് മൈ സെൽഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പുതിയ SCERT ചാപ്റ്റർ വൈസ് ഒരു ചലഞ്ച് ആരംഭിക്കുകയാണ്. ഞാനിതിന് മുന്നത്തെ കാണുന്നത് അപ്ഡേറ്റ് PSCയുടെ ഒരു ടെസ്റ്റ് സീരീസിന്റെ ടൈം ടേബിൾ വെച്ചിട്ടാണ്. അപ്പോൾ ഞാനിതിന് ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇതിന്റെ ക്വസ്റ്റൻസ് ഒക്കെ വളരെ യൂസ്ഫുൾ ആണ്. ഞാൻ കൂടുതൽ കളിച്ച് നിൽക്കുന്നില്ല, കാരണം നമുക്ക് ഒരു വലിയ ചാപ്റ്റർ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാമൂഹ്യശാസ്ത്രം, സോഷ്യൽ സ്റ്റഡീസിലെ പാർട്ട് 1 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററാണ്, ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് പേജിൽ തന്നെ നമുക്കൊരു ചെറിയൊരു ബോക്സിൽ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഞാൻ വായിക്കാം. വർഷങ്ങൾക്ക് മുമ്പ് നാം വിധിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. ആ പ്രതിജ്ഞ പൂർണ്ണമല്ലെങ്കിലും സുപ്രധാനമായി തന്നെ നമ്മൾ നിറവേറ്റിയ സമയമായിരിക്കുന്നു. ഇന്ന് പാതിരാമണി മുഴങ്ങുമ്പോൾ ഇന്ത്യ ഉണർന്നെഴുന്നേൽക്കും. പൊതുജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും. ഒരു യുഗം അവസാനിക്കുന്നു. ദീർഘനാളായി അടിച്ചമർത്തപ്പെട്ടിരുന്ന ഒരു രാഷ്ട്രത്തിന്റെ ആത്മാവ് ശബ്ദിക്കുന്നു. ഈ അപൂർവ നിമിഷത്തിൽ ഇന്ത്യയുടെ ഇവിടുത്തെ ജനങ്ങളുടെയും മനുഷ്യരാശിയുടെയും ആകെ തന്നെയും സേവനത്തിനായി സ്വയം അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. സ്വാതന്ത്ര്യപരിധിയിൽ പ്രധാനമന്ത്രിയെ ജവഹർലാൽ നെഹ്റു രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിലെ ഒരു ഭാഗമാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. അപ്പം ഈ ഭാഗം എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻസ് കിട്ടിയ ഫസ്റ്റ് മോർണിംഗിൽ തന്നെ ജവഹർലാൽ നെഹ്റു രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച ഒരു പ്രസംഗത്തിന്റെ ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് നോക്കാം. വൈദേശിക ഫലത്തിന്റെ കെടുതികൾ കുടഞ്ഞെറിഞ്ഞ് പ്രതീക്ഷ നിർഭരവും ഉത്തരവാദിത്തപൂർണ്ണവുമായ പാതയിലേക്ക് രാജ്യത്തെ നയിക്കാനുള്ള ആഹ്വാനമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി നെഹ്റു നൽകുന്നത്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ നേടിയ സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം വളരെ വലുതും പ്രധാനപ്പെട്ടതുമായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിൽ വിവേചനപരവും ജനാധിപത്യ വിരുദ്ധവും നീതിരഹിതവുമായ നടപടികൾക്ക് ജനങ്ങൾ വിധേയമാക്കപ്പെട്ടിരുന്നു. അക്കാലത്ത് ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്ന ജാതി വ്യവസ്ഥയും മറ്റ് സാമൂഹ്യ ദുരാചാരങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും ആധുനിക സമൂഹത്തിന് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. സ്വാതന്ത്ര്യാനന്തരം ഇവയെല്ലാം പരിഹാരമാകുന്ന ഒരു ജനപ്രത്യ ഭരണക്രമവും ക്ഷേമരാഷ്ട്ര സംവിധാനവും ഉണ്ടാകണമെന്ന ചിന്ത നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിനും ജനങ്ങൾക്കും ഉണ്ടായിരുന്നു. സ്വതന്ത്ര ഇന്ത്യ ജനങ്ങൾക്ക് നൽകിയ പ്രധാനപ്പെട്ട രണ്ട് വാഗ്ദാനങ്ങളായിരുന്നു ജനാധിപത്യ ഭരണക്രമവും ക്ഷേമരാഷ്ട്ര നിർമ്മാണവും. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യ ജനങ്ങൾക്ക് നൽകിയ രണ്ട് പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളായിരുന്നു ജനാധിപത്യ ഭരണക്രമവും ക്ഷേമരാഷ്ട്ര നിർമ്മാണവും. ഇതിലേക്കുള്ള ചുവടുവെപ്പായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകരണവും നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം. അപ്പോൾ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം താഴെ നോക്കുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1947 ലക്ഷ്യപ്രമേയം വായിക്കാം. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി തീർക്കുവാനും അതിനായി ഒരു ഭരണഘടന തയ്യാറാക്കുവാനും ഉള്ള ഗൗരവമേറിയ ദൃഢനിശ്ചയം പ്രഖ്യാപിക്കുന്നു. സ്വതന്ത്ര പരമാധികാര ഇന്ത്യ എന്നത് പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങൾ, ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകാൻ തയ്യാറുള്ള ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു ഭാഗങ്ങൾ എന്നിവയുടെ ഒരു യൂണിയനായി ഇരിക്കും. ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്ന പ്രദേശങ്ങൾ സ്വയംഭരണ യൂണിറ്റുകളായിരിക്കും. കൂടാതെ കേന്ദ്ര ഗവൺമെന്റിൽ നിക്ഷിപ്തമാകാതെയുള്ള എല്ലാ അധികാരങ്ങളും ചുമതലകളും അവയ്ക്ക് നൽകപ്പെടും. സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെ എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ നിന്നുമായിരിക്കും ഉത്ഭവിക്കുക. ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും പദവി സമത്വവും അവസര സമത്വവും നിയമത്തിന് മുമ്പുള്ള സമത്വവും കൂടാതെ നിയമത്തിനും പൊതുധാർമ്മികത്തിനും വിധേയമായുള്ള സംസാരം, ആവിഷ്കാരം, വിശ്വാസം, ആരാധന, തൊഴിൽ, സംഘടനാ പ്രവർത്തനം എന്നീ മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്യും. 1946 ഡിസംബർ 13 ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിലെ ചില ആശയങ്ങളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച പ്രധാന ആശയങ്ങളാണ് ലക്ഷ്യപ്രമേയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനെല്ലാം വായിക്കുന്നത് നിങ്ങൾക്ക് ഒരു പോയിന്റ് പോലും മിസ്സാവാതിരിക്കാനാണ്. ഓക്കെ, അപ്പം 1946 ഡിസംബർ 13 ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. എന്നാണ് ഇമ്പോർട്ടന്റ് ആണ്. 1946 ഡിസംബർ 13 ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ ഭാരതത്തിന്റെ ഭരണഘടന അതിന്റെ ആമുഖമാണ് ഇവിടെ താഴെ നൽകിയിരിക്കുന്നത്. ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും അതിലെ പൗരന്മാർക്കെല്ലാം സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും ചിന്തയും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യവും പദവിയിലും അവസരത്തിലും സമത്വവും സംപ്രാപ്തമാക്കുവാനും അവർക്കെല്ലാം ഇടയിൽ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്തുവാനും സഗൗരവം തീരുമാനിച്ചിരിക്കാൻ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26 ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. അപ്പം നമ്മുടെ ഭരണഘടന നിർമ്മാണ സഭയിൽ എന്നാണ് നമുക്ക് ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കിയൊക്കെ നമുക്ക് തന്നെ ഗിഫ്റ്റ് ചെയ്തപ്പോഴാണ് 1949 നവംബർ 26. അപ്പം 1946 ഡിസംബർ 13 നെഹ്റു ലക്ഷ്യപ്രമേയം എന്ന ആശയം മുന്നിലേക്ക് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ലാത്തതാണ് വായിക്കാത്തത്. ഓക്കെ, ലക്ഷ്യപ്രമേയത്തിലെ വിവിധ ആശയങ്ങൾ നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമായല്ലോ. ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള ആശയങ്ങൾ, കാഴ്ചപ്പാടുകൾ, ലക്ഷ്യങ്ങൾ തുടങ്ങിയവ സാക്ഷാത്കരിക്കുന്നതിന് ഭരണഘടന വ്യവസ്ഥകൾ എത്രമാത്രം പര്യാപ്തമാണ് നമുക്ക് പരിശോധിക്കാം. ഭരണഘടനയുടെ സവിശേഷതകളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഞാൻ വായിച്ചു തന്നെ പോകാം. അപ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടും. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശാനുസരണം 1946 ഡിസംബർ 6 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സമിതി 1946 ഡിസംബർ 9 മുതൽ 2 വർഷവും 11 മാസവും 17 ദിവസവും നീണ്ടുനിന്ന ഒരു മഹത്തായ പ്രക്രിയയിലൂടെ നിർമ്മിച്ചതാണ് ഇന്ത്യൻ ഭരണഘടന. 1949 നവംബർ 26 അംഗീകരിച്ച് നിയമമാക്കി. നമുക്കായി തന്നെ സമർപ്പിച്ച ഇന്ത്യൻ ഭരണഘടനയെ 22 ഭാഗങ്ങളായി 395 വകുപ്പുകളും 8 പട്ടികകളുമാണ് ഉണ്ടായിരുന്നത്. 1950 ജനുവരി 26 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടന കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സജീവ പ്രമാണമായി തുടരുന്നു. അപ്പോൾ ഇവിടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഉണ്ട്. ഏത് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത് വന്നത്? ഭരണഘടന ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ്. 1946 ഡിസംബർ 6 ഇത് രൂപീകരിക്കപ്പെടുന്നത്. അത് ഭരണഘടനാ നിർമ്മാണ സമിതി 1946 ഡിസംബർ 9 മുതൽ 2 വർഷവും 11 മാസവും 17 ദിവസവും നീണ്ടുനിന്ന ഒരു പ്രക്രിയയിലൂടെയാണ് ഈ ഒരു ഭരണഘടന നിർമ്മിച്ചെടുക്കുന്നത്. നീണ്ടുന്ന മഹത്തായ പ്രക്രിയയിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ചത്. 1949 നവംബർ 26 നമ്മൾ നേരത്തെ പറഞ്ഞ നിലവിൽ തന്നെ നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഭരണഘടന നൽകിയത്. ഓക്കെ, ഇനി 22 ഭാഗങ്ങളിലായി
395 വകുപ്പുകളും 8 പട്ടികകളുമാണ് ഉണ്ടായിരുന്നത്. 1950 ജനുവരി 26 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടന കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് സജീവമായ പ്രമാണമായ ലിവിംഗ് ഡോക്യുമെന്റായി തുടരുന്നതാണ്. 1950 ജനുവരി 26 നിലവിൽ വരുന്നത്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം മുറുകെ പിടിച്ചതും ലക്ഷ്യപ്രമേയത്തിൽ സൂചിപ്പിക്കുന്നതുമായ നിരവധി ആശയങ്ങൾ ഭരണഘടനയുടെ ഭാഗമായിട്ടുണ്ട്. വിശദമായ പഠനങ്ങൾക്കും ചർച്ചകൾക്കും ശേഷം തയ്യാറാക്കപ്പെട്ട ഭരണഘടനയുടെ സവിശേഷതകൾ നമുക്ക് പരിചയപ്പെടാം. അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഭരണഘടനയുടെ സവിശേഷതകളാണ്. ഒന്നാമത്തെ ഭരണഘടന സവിശേഷതയാണ് ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. 1.5 ലക്ഷത്തോളം വാക്കുകൾ അടങ്ങിയ, അപ്പം ഇതൊക്കെ ഒന്ന് സ്റ്റേറ്റ്മെന്റിൽ ചോദിക്കാം. 1.5 ലക്ഷത്തോളം വാക്കുകൾ അടങ്ങിയ സമഗ്രവും വിപുലവുമായ രേഖയാണ്. രാജ്യത്തിന്റെ വൈവിധ്യവും പരിഗണിച്ചുള്ള വിശദമായ ഉള്ളടക്കം ഈ ഭരണഘടനയുടെ 1.5 ലക്ഷത്തോളം വേർഡ്സ് യൂസ് ചെയ്തിട്ട് ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ്. അടുത്ത പാർലമെന്ററി ജനാധിപത്യം. കാര്യനിർവഹണ വിഭാഗത്തിലെ അംഗങ്ങൾ നിയമനിർമ്മാണ സഭയിൽ നിന്നുള്ളവരായിരിക്കണം. നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാലോ, ചെക്സ് ആൻഡ് ബാലൻസസ് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളത്. പാർലമെന്ററി ജനാധിപത്യമാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. കാര്യനിർവഹണ വിഭാഗം എക്സിക്യൂട്ടീവിന്റെ അംഗങ്ങൾ നിയമനിർമ്മാണ സഭയിൽ ലെജിസ്ലേറ്റീവ് അംഗങ്ങളിൽ നിന്നുള്ളവരായിരിക്കണം. അപ്പോൾ നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നതാണ്. ഇംഗ്ലീഷ് മീഡിയം പഠിച്ചവർക്ക് ഈ മലയാളം കുറച്ച് മനസ്സിലാക്കാൻ പാടായിരിക്കും. പക്ഷേ ഇപ്പം നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാനും അങ്ങനത്തെ എക്സാം ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ മലയാളം ഇംഗ്ലീഷും ഡിഗ്രി ലെവലിലൊക്കെ ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം. അപ്പോൾ രണ്ടും നമ്മൾ പഠിച്ചു പോകാം. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് ടെസ്റ്റ് കൂടി പറ്റുമെന്ന് നമുക്ക് റെഫർ ചെയ്ത് പോകാം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. ദൃഢവും അയവുള്ളതുമായ ഭരണഘടനയായ റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷനുകളാണ്. ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാൻ പ്രത്യേക നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. എന്നാൽ മറ്റു ചില സാധാരണ നിയമനിർമ്മാണ രീതിയിൽ ഭേദഗതി ചെയ്യാവുന്നതാണ്. അടുത്ത മൗലിക അവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആൻഡ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട അടിസ്ഥാന അവകാശങ്ങളാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. പൗര രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അഥവാ മൗലിക കർത്തവ്യങ്ങൾ. അടുത്ത മാർഗ്ഗനിർദ്ദേശ തത്വങ്ങൾ, ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി (DPSP). ഭാവി രാഷ്ട്രത്തിന്റെ സാമൂഹിക സാമ്പത്തിക അഭിവൃദ്ധിക്ക് രാഷ്ട്രത്തിൽ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ്. ഇത് എൻഫോഴ്സബിൾ അല്ല, നിർദ്ദേശങ്ങളുള്ള കാര്യങ്ങൾ. അടുത്ത ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ. മൊത്തം ജനത്തെയും പ്രതിനിധീകരിക്കുന്ന അധോസഭ, ലോകസഭ. നിയമനിർമ്മാണത്തിൽ രണ്ടാമത് ചിന്തയ്ക്ക് സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഉപസഭ, അതാണ് രാജ്യസഭ. എന്നിങ്ങനെ 2 സഭകൾ നമുക്കുണ്ട്. അപ്പോൾ അടുത്തതായി ശക്തമായ കേന്ദ്ര ഗവൺമെന്റിനോട് കൂടിയ ഫെഡറലിസം, സ്ട്രോങ് സെന്റർ ഫെഡറലിസം എന്ന് നമുക്ക് പറയാം. അധികാര കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വേർതിരിച്ചിട്ടുണ്ട്. അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വേർതിരിച്ചിട്ടുണ്ട്. എങ്കിലും കേന്ദ്രത്തിന് മേൽക്കൈ നൽകുന്ന ചില സവിശേഷ കാര്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ, ഇൻഡിപെൻഡന്റ് ജുഡീഷ്യൽ സിസ്റ്റം. നിയമനിർമ്മാണ കാര്യനിർമ്മാണ വിഭാഗങ്ങളുടെ നിയന്ത്രണത്തിലല്ല കോടതി സംവിധാനമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അടുത്ത സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ. ജനാധിപത്യ വ്യവസ്ഥ വിപുലവും അർത്ഥപൂർണ്ണമാക്കുന്നത് സ്വതന്ത്ര സ്വഭാവമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഭരണഘടനയുടെ സവിശേഷതകളായിട്ട് പറയുന്നത്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ്. അതുപോലെ തന്നെ പാർലമെന്ററി ജനാധിപത്യം ഉൾക്കൊള്ളുന്ന ഭരണഘടനയാണ്. ദൃഢവും അയവുള്ളതുമായ ഘടനയാണ്. മൗലിക അവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും മാർഗ്ഗനിർദ്ദേശ തത്വങ്ങൾ, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ, ശക്തമായ കേന്ദ്ര ഗവൺമെന്റിനോട് കൂടിയ ഫെഡറലിസം, സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ, സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ. ഇതൊക്കെയാണ് ഇതിന്റെ സവിശേഷതകൾ. ഇന്ത്യൻ ഫെഡറലിസം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇന്ത്യൻ ഫെഡറലിസം. ഭരണഘടനയുടെ സവിശേഷതകളെ കുറിച്ച് ക്ലാസ്സിൽ അവതരിപ്പിച്ച സെമിനാർ പ്രബന്ധത്തിലെ പ്രസിദ്ധ ഭാഗങ്ങൾ ശ്രദ്ധിക്കും. നമ്മുടെ രാജ്യത്തിന്റെ വൈവിധ്യവും ഐക്യവും ഒരേപോലെ പരിപാലിക്കുന്നതിന് ഫെഡറൽ സംവിധാനം സഹായിക്കുന്നുണ്ട്. കൂടാതെ പ്രാദേശിക പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിലൂടെ വിഘടനവാദ പ്രവണതകളെ ഫലപ്രദമായി ചെറുക്കുന്നതിനും ഇത്തരം ഒരു ഭരണഘടനാ ക്രമീകരണം പ്രയോജനപ്പെടുത്തുന്നു. ഭരണത്തിന്റെ വിവിധ തലങ്ങളെ കൂട്ടിയിണക്കി സാമ്പത്തിക പുരോഗതി കൈവരിക്കുന്നതിനും സകല വിഭാഗങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനും ഫെഡറലിസത്തിലൂടെ സാധിക്കുന്നുണ്ട്. കേന്ദ്രവും സംസ്ഥാനങ്ങളും അധികാരം പങ്കിടുന്ന ഈ ഭരണ സംവിധാനം ജനാധിപത്യം എന്ന ആശയത്തെ കൂടുതൽ അർത്ഥപൂർണ്ണമാക്കുകയും ചെയ്യുന്നു. ഇത് അവർക്കുള്ള പഠന പ്രവർത്തനങ്ങളാണ്. മുകളിൽ കൊടുത്തിരിക്കുന്ന പ്രബന്ധ ഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ഫെഡറൽ സംവിധാനം രൂപീകരിക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തി എഴുതുക. ഇനി അപ്പം അതിവിടെ ഫില്ല് ചെയ്തിട്ടില്ല. ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ അധികാരം 2 തലങ്ങളിലേക്ക് വിഭജിക്കപ്പെടുന്ന ഭരണ സംവിധാനമാണ് ഫെഡറലിസം. അപ്പോൾ എന്താണ്? ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ അധികാരം 2 തലങ്ങളിലേക്ക് വിഭജിക്കപ്പെടുന്ന ഭരണ സംവിധാനമാണ് ഫെഡറലിസം. കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകളും അധികാരം പങ്കിടുന്ന ഭരണ ക്രമീകരണമാണ്. ഫെഡറലിസത്തിന്റെ അടിസ്ഥാന സവിശേഷതകളായി കണക്കാക്കുന്നത് എഴുതപ്പെട്ട ദൃഢമായ ഭരണഘടന, അധികാര വിഭജനം, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ. അപ്പോൾ ഒരു ഫെഡറലിസത്തിന്റെ അടിസ്ഥാന സവിശേഷതയെ കണക്കാക്കുന്ന എന്തൊക്കെയാണ്? എഴുതപ്പെട്ട ദൃഢമായ ഭരണഘടന, അധികാര വിഭജനം, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. ഓക്കെ, അപ്പൊ അടുത്ത് ഭാഗം 1 നമുക്ക് നോക്കാം. യൂണിയനും അതിന്റെ ഭൂപ്രദേശവും. യൂണിയനും പേരും ഭൂപ്രദേശവും. ഇന്ത്യ അതായത് ഭാരതം സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കുന്നതാണ്. സംസ്ഥാനങ്ങളും അവയുടെ ഭൂപ്രദേശങ്ങളും 1-ാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ള വിധമായിരിക്കും. ഭാരതത്തിന്റെ ഭൂപ്രദേശം, സംസ്ഥാനങ്ങളുടെ ഭൂപ്രദേശം, 1-ാം പട്ടിക പറഞ്ഞിട്ടുള്ള യൂണിയൻ പ്രദേശങ്ങളും ആർജിക്കുന്ന മറ്റ് ഭൂപ്രദേശങ്ങളും അടങ്ങിയതാവും. ഇന്ത്യൻ ഭരണഘടനയുടെ 1-ാമത്തെ അനുച്ഛേദം നിങ്ങൾ വായിച്ചല്ലോ. അപ്പൊ ഈ തന്നിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഫസ്റ്റ് ആർട്ടിക്കിളാണ്, 1-ാമത്തെ ആർട്ടിക്കിളാണ്. അപ്പം ഇന്ത്യ അതായത് ഭാരതം സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കുമെന്നും എന്നാൽ ഭരണഘടനയിൽ ഒരിടത്തും ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രമാണെന്ന് പരാമർശിക്കുന്നില്ല. ഇന്ത്യയുടെ സാമൂഹികവും പ്രാദേശികവും ഭൂമിശാസ്ത്രപരവുമായ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്നതിനും രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുന്നതിനും വേണ്ടിയാണ് നാം ഫെഡറൽ സംവിധാനം സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ സവിശേഷതകൾ ചെയ്ത് താഴെ കൊടുത്തിരിക്കുന്നത്. എന്താണ് ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ സവിശേഷതകൾ നമുക്ക് നോക്കാം. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി ഒരു പൊതു ഭരണഘടനയുണ്ട്. ഭരണഘടനയ്ക്കാണ് പരമാധികാരമുള്ളത്. ഏക പൗരത്വം. ഭരണഘടന ഭേദഗതി ചെയ്യുന്ന അധികാരങ്ങളിൽ കേന്ദ്രത്തിന് മേൽക്കൈ. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ. കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനത്തിൽ കൂടുതൽ വിഷയങ്ങളിലും പ്രധാന അധികാരങ്ങളും കേന്ദ്രത്തിനാണ്. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. അർത്ഥ ഫെഡറൽ സംവിധാനം. അപ്പം ഈ ഒരു ഫ്ലോ ചാർട്ട് നമ്മൾ പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ പ്രതിബദ്ധതയുടെ മറ്റൊരു സവിശേഷതയാണ് ഇന്ത്യൻ ഫെഡറൽ ഘടന. രാഷ്ട്രത്തിന്റെ അധികാരങ്ങൾ ഒരു തലത്തിൽ മാത്രം കേന്ദ്രീകരിക്കാതെ അവ
കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഇടയിൽ വിഭജിച്ച് നൽകുന്ന സമീപനമാണ് ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചിട്ടുള്ളത്. അധികാര വിഭജനം പരാമർശിക്കുന്ന ഭരണഘടനയുടെ 7ാം പട്ടിക നമുക്ക് പരിശോധിക്കാം. അപ്പോൾ വിഭജനം പരാമർശിക്കുന്ന ഈ ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ്? 7ാമത്തെ പട്ടികയിലാണ്. അപ്പോൾ ഇത്രയും നമ്മൾ ഈ ഒരു 9 ഇന്ത്യൻ ഫെഡറേഷന്റെ 9 സവിശേഷതകൾ നമ്മൾ പഠിക്കണം. ഇനി ഡിവിഷൻ ഓഫ് പവേഴ്സ് എങ്ങനെയുള്ളതാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് അധികാര വിഭജനം 7ാം പട്ടികയിൽ പറഞ്ഞിരിക്കുന്നത്? 3 ലിസ്റ്റ് വെച്ചിട്ടുണ്ട്. യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, സമവർത്തി ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റാണ്. കേന്ദ്ര ഗവൺമെന്റ് സമ്പൂർണ്ണ നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ ഒരു പട്ടികയാണിത്. ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഇതിൽ 97 വിഷയങ്ങളാണ് യൂണിയൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. ഉദാഹരണം വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിംഗ്, പൗരത്വം തുടങ്ങിയവയെല്ലാം യൂണിയൻ ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങളാണ്. സംസ്ഥാന ലിസ്റ്റിൽ വരുന്നവയാവട്ടെ സാധാരണഗതിയിൽ സംസ്ഥാന ഗവൺമെന്റുകൾ നിയമനിർമ്മാണം അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണ്. ഇത് തുടക്കത്തിൽ 66 വിഷയമുണ്ട്. അപ്പം ഭരണ നിലനിൽപ്പം യൂണിയൻ ലിസ്റ്റിൽ 97, സംസ്ഥാന ലിസ്റ്റിൽ 66. സമവർത്തി ലിസ്റ്റ് അഥവാ കൺകറന്റ് ലിസ്റ്റ്. ഈ ലിസ്റ്റ് ഇങ്ങനെ സമവർത്തി ലിസ്റ്റിന്റെ എല്ലാവർക്കും കിട്ടുന്നില്ല. കൺകറന്റ് ലിസ്റ്റ് ആണ്. അപ്പോൾ മലയാളം കൂടി ഓർത്ത് വയ്ക്കാം. സമവർത്തി ലിസ്റ്റ് കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റുകൾക്കും നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണ്. തുടക്കത്തിൽ ഇതിൽ 47 വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ഉദാഹരണം വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയനുകൾ, വിഭാഗം, ജനന മരണ രജിസ്ട്രേഷൻ മുതലായവ. ഇനി ഒരു കാര്യം കൂടി, റെസ്യൂജറി പവേഴ്സ് അഥവാ അവശേഷിക്കുന്ന അധികാരങ്ങൾ അല്ലെങ്കിൽ അവശിഷ്ട അധികാരങ്ങൾ. മേൽപ്പറഞ്ഞ 3 അധികാര പട്ടികകൾ ഉൾപ്പെടാത്തതായ വിഷയങ്ങളെ അവശേഷിക്കുന്ന അധികാരങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഇവയെ നിയമനിർമ്മാണ അധികാരം കേന്ദ്ര ഗവൺമെന്റിനാണ്. അപ്പോൾ ഇങ്ങനെ റെസ്യൂജറി പവേഴ്സിനുള്ള വരുന്നത് ആർക്കാണ് വരുന്നത്? കേന്ദ്രത്തിനാണ് അതിന്റെ അധികാരമുള്ളത്. ഉദാഹരണം സൈബർ നിയമങ്ങൾ. ഓക്കെ, കുറച്ച് ബോക്സ് കൊടുത്തിട്ടുണ്ട്. തീവണ്ടി കേരളത്തിലേക്ക് പുതിയ തീവണ്ടി അനുവദിച്ചു. ഇന്ത്യ ശ്രീലങ്കയുമായി നയതന്ത്ര കരാറിൽ ഒപ്പുവെച്ചു. ജയിൽ ചട്ടങ്ങൾ പരിഷ്കരിച്ചു. വിവിധ കോഴ്സുകളുടെ ഘടന പരിഷ്കരിക്കുന്നു. ദേശീയ നയം പ്രഖ്യാപിച്ചു. പുതിയ പോലീസ് നയം പ്രഖ്യാപിച്ചു. ഇതൊക്കെ ഏത് ലിസ്റ്റിലാണെന്ന് വെച്ചാൽ അടുത്ത ചോദ്യം. ഇവിടെ കൊടുത്തിട്ടുണ്ട്. യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, സമവർത്തി ലിസ്റ്റ് ഏതിലാണ് ഇവിടെ വരുന്നത് നമുക്ക് അതൊന്ന് നോക്കാം. കേരളത്തിലേക്ക് പുതിയ തീവണ്ടി അനുവദിച്ചു. അപ്പൊ തീവണ്ടി റെയിൽവേ ഏതിലാണ്? യൂണിയൻ ലിസ്റ്റാണ്. അപ്പൊ റെയിൽവേ എവിടെ എഴുതും? യൂണിയൻ ലിസ്റ്റ്. അടുത്ത് ഇത് യൂണിയൻ ലിസ്റ്റ്. ഇന്ത്യ ശ്രീലങ്കയുമായി നയതന്ത്ര കരാറിൽ ഒപ്പുവെച്ചു. അപ്പൊ വിദേശകാര്യം അല്ലെങ്കിൽ പ്രതിരോധം ഇതൊക്കെ വരുന്നത് എവിടെയാണ്? യൂണിയൻ ലിസ്റ്റിലാണ് അല്ലേ? അപ്പൊ യൂണിയൻ ലിസ്റ്റ്. അടുത്ത് ജയിൽ ചട്ടങ്ങൾ പരിഷ്കരിച്ചു. അപ്പൊ ജയിൽ എവിടെയാണ് വരുന്നത്? സംസ്ഥാന ലിസ്റ്റിലാണ് പറഞ്ഞില്ലേ? അപ്പൊ അത് സ്റ്റേറ്റ് ലിസ്റ്റാണ്. വിവിധ കോഴ്സുകളുടെ ഘടന പരിഷ്കരിക്കുന്നു. വിവിധ കോഴ്സുകളുടെ എഡ്യൂക്കേഷൻ കാര്യങ്ങൾ, വിദ്യാഭ്യാസം ഒക്കെ വരുന്നത് എവിടെയാണ്? സമവർത്തി ലിസ്റ്റിലാണ് അല്ലേ? അപ്പൊ സമവർത്തി ലിസ്റ്റ് എന്ന് പറയുമ്പോൾ കൺകറന്റ് ലിസ്റ്റിലാണ്. അപ്പൊ വിവിധ കോഴ്സിൽ വരുന്നത് എന്താണ്? കൺകറന്റ് ലിസ്റ്റ്. ഇനി ദേശീയ വനം നയം പ്രഖ്യാപിച്ചു. അപ്പൊ വനം ഏത് ലിസ്റ്റാണ് വരുന്നത്? കൺകറന്റ് ലിസ്റ്റ്, സമവർത്തി ലിസ്റ്റിലാണ് വരുന്നത് വനം. ഓക്കെ, അപ്പൊ രണ്ട് ആളുകൾ കൂടി ഉൾപ്പെടുന്ന കാര്യമാണ് സമവർത്തി ലിസ്റ്റ്. കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് നിയമനിർമ്മാണം അധികാരമുള്ള വിഷയം. അപ്പൊ ദേശീയ വനം നയം ഏത് വരുന്നു? കൺകറന്റ് ലിസ്റ്റിൽ വരുന്നു. അടുത്ത് പുതിയ പോലീസ് നയം പ്രഖ്യാപിച്ചു. അപ്പൊ പോലീസ് ഒക്കെ ഏതാണ് വരുന്നത്? സംസ്ഥാന ലിസ്റ്റിലാണ് വരുന്നത്. അപ്പൊ ഇത് സ്റ്റേറ്റ് ലിസ്റ്റ് ആണെന്ന് മനസ്സിലാക്കാം. അപ്പൊ ആ എടുത്ത് നമ്മൾ നോക്കി. ഇനി അധികാരം വേർതിരിക്കൽ. ഭരണഘടന ഒരു മൗലിക രേഖയാണ്. ഭരണകൂടത്തിന്റെ 3 ഘടകങ്ങളായ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ. അപ്പൊ ഭരണകൂടത്തിന്റെ 3 ഘടകങ്ങളൊക്കെയാണ് എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ എന്നിവയുടെ സ്ഥാനവും അധികാരവും അത് നിർവചിക്കുന്നുണ്ട്. ഭരണഘടനയുടെ ലക്ഷ്യം ഭരണകൂടത്തിന്റെ സംവിധാനങ്ങൾ സൃഷ്ടിക്കുക മാത്രമല്ല അവയുടെ അധികാരം പരിമിതപ്പെടുത്തുക എന്നതാണ്. കാരണം ഘടകങ്ങളുടെ അധികാരത്തിൽ നിന്ന് ഒരു പരിധിയും ഏർപ്പെടുത്തിയില്ലെങ്കിൽ സമ്പൂർണ്ണ സ്വേച്ഛാധിപത്യവും പൂർണ്ണമായ അടിച്ചമർത്തലും ഉണ്ടാകും. ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടന നിർമ്മാണ സമിതി നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞതാണ്. അതായത് അധികാരം നമുക്ക് കറക്റ്റ് വേർതിരിച്ച് കൊടുത്തില്ലെങ്കിൽ, സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ഇല്ലെങ്കിൽ ഒന്നിനെ അടിച്ചമർത്തുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അധികാരം വേർതിരിക്കൽ, സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എങ്ങനെയുള്ളതാണ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മുടെ ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്ന അധികാരം വേർതിരിക്കൽ സംവിധാനത്തെക്കുറിച്ച് ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കർ നിരീക്ഷണം ശ്രദ്ധിച്ചുവല്ലോ. ഇന്ത്യൻ ഭരണഘടന സംവിധാനത്തിൽ അധികാരം നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ കേന്ദ്രീകരിക്കുന്നത് തടയുന്നതിനും ജനാധിപത്യത്തെ പിന്തള്ളി ഏകാധിപത്യം കടന്നു വരാതിരിക്കാനും ഭരണഘടന ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ചർച്ചകളിൽ നിന്നാണ് പാർലമെന്ററി ഭരണ സംവിധാനം, ഫെഡറൽ ഘടനയും ഉരുത്തിരിഞ്ഞത്. ഇതിൽ നമുക്ക് ഭരണഘടന വ്യവസ്ഥ പ്രകാരം നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം എന്നിവയുടെ ഘടനയും അധികാരങ്ങളും ചുമതലകളും എങ്ങനെയാണ് വിഭജിക്കുന്നതെന്ന് പരിശോധിക്കാം. പക്ഷേ നമ്മൾ ലെജിസ്ലേച്ചറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നിയമനിർമ്മാണ സഭ. അപ്പൊ കുറച്ചും കൂടി ഉണ്ട് ഈ ചാപ്റ്റർ തീരാൻ. അത്രയും കൂടെ ഉള്ളൂ. അപ്പൊ ഈ 3 വിഭജനങ്ങൾ കഴിയുമ്പോൾ ഈ ചാപ്റ്റർ ഏകദേശം തീരും. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേര് പാർലമെന്റ് എന്നാണ്. അപ്പൊ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേര് എന്താണ്? പാർലമെന്റ് എന്നാണ്. രാജ്യത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുന്നതാണ് പാർലമെന്റ് പ്രാഥമിക ധർമ്മം. വിവിധങ്ങളായ ജനാഭിലാഷങ്ങളെ മുൻനിർത്തിയും കാലാനുസൃതമായ പരിവർത്തനങ്ങളെ സാധ്യമാക്കുന്നതിനും പുതിയ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനും വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കാറുണ്ട്. ലോകസഭ, രാജ്യസഭ എന്നീ 2 സഭകളുള്ള ഇന്ത്യയിലെ പാർലമെന്റ് ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. വലിപ്പവും വൈവിധ്യമുള്ള രാജ്യങ്ങൾ സാധാരണയായി ഒരു ദേശീയ നിയമനിർമ്മാണ സഭയിൽ 2 സഭകൾ സ്ഥാപിക്കാറുണ്ട്. രാജ്യത്തെ എല്ലാ വൈവിധ്യങ്ങളെയും ജനങ്ങളെയും പ്രദേശങ്ങളെയും പ്രധാനം ചെയ്യുന്നതിന് സഹായമാണ്. കൂടാതെ ജനാധിപത്യപരമായ ചർച്ചകളും സംവാദങ്ങളും സാധ്യമാക്കുന്നതിൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ പ്രധാന പങ്ക് വഹിക്കുന്നു. സംസ്ഥാനങ്ങളിൽ നിയമനിർമ്മാണ സഭകൾ സംസ്ഥാന നിയമസഭകളാണ്. നിയമനിർമ്മാണ സഭയുടെ ചുമതല എന്തെല്ലാമാണ് പരിചയപ്പെടാം. നിയമനിർമ്മാണം പാർലമെന്റിന്റെ പ്രധാന ചുമതലയാണ് നിയമനിർമ്മാണം. പൊതുഖജനാവിന്റെ സംരക്ഷകനായി പ്രവർത്തിക്കുക, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക, എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുക, ഇംപീച്ച്മെന്റ് നടപടികളിൽ ജുഡീഷ്യൽ അധികാരികളായി പ്രവർത്തിക്കുക, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും. പാർലമെന്റ് പ്രധാന ചുമതലകൾ പരിചയപ്പെട്ടുവല്ലോ. പാർലമെന്റ് 2 സഭകളായ ലോകസഭയും രാജ്യസഭയും പ്രധാന സവിശേഷതകൾ ഇനി പരിശോധിക്കാം. അപ്പൊ ലോകസഭയും രാജ്യസഭയെ കുറിച്ച് പറയാൻ പോവാണ്. ലോകസഭ പാർലമെന്റിന്റെ അധോ മണ്ഡലമാണ് ലോകസഭ. ഭൂരിപക്ഷ സമ്പ്രദായ പ്രകാരം ജനങ്ങൾ നേരിട്ടാണ് ലോകസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. 25 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരന്മാർക്ക് ലോകസഭയിലേക്ക് മത്സരിക്കാൻ യോഗ്യതയാണ്. ലോകസഭയുടെ കാലാവധി 5 വർഷമാണ്. ലോകസഭയുടെ പരമാവധി അംഗബലം 550 ആണ്. എന്നാൽ നിലവിൽ 543 2023 കാര്യമാണ് 543 തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് ഉള്ളത്. ലോകസഭയിൽ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരുകളുടെ രൂപീകരണം നിലനിൽപ്പ് സാധ്യമാകുന്നത്. ഒരു പാർട്ടിക്കോ സഖ്യത്തിനോ സർക്കാർ രൂപീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഭരിക്കുന്ന പാർട്ടിക്കോ സഖ്യത്തിനോ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട സാഹചര്യത്തിലോ രാജ്യം പൊതു തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതാണ്. ലോകസഭയുടെ അധ്യക്ഷൻ സ്പീക്കറാണ്. അപ്പോൾ ലോകസഭയുടെ അധ്യക്ഷനാണ് സ്പീക്കറാണ്. ധനപരമായ വിഷയങ്ങളിൽ ലോകസഭയ്ക്ക് രാജ്യസഭയേക്കാൾ കൂടുതൽ അധികാരമുണ്ട്. ധനബില്ലും അവിശ്വാസ പ്രമേയവും അവതരിപ്പിക്കുന്നത് ലോകസഭയിലാണ്. അപ്പോൾ മണി ബില്ലും നോൺ കോൺഫിഡൻസ് മോഷൻ എല്ലാം അവതരിപ്പിക്കുന്നത് ലോകസഭയിലാണ്. അത് രാജ്യസഭ. പാർലമെന്റിലെ ഉപരിസഭയാണ് രാജ്യസഭ.
ജനസംഖ്യാനുപാതമായി സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകുന്ന സഭയാണിത്. സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട MLA മാരാണ് രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. 30 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരന്മാർക്ക് രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്, പെർമനന്റ് ഹൗസ് ആണ്. രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. രാജ്യസഭയിലെ 3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോഴും വിരമിക്കുകയും ആ ഒഴിവുകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്യുന്നു. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. അപ്പം ഇവിടെ ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ, ഇവിടെ സ്പീക്കറാണ് ലോക്സഭയുടെ അധ്യക്ഷൻ. ഓക്കെ, രാജ്യസഭയുടെ പരമാവധി അംഗബലം 250 ആണ്. ഇതിൽ 238 പേര് തെരഞ്ഞെടുക്കുകയും 12 പേര് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുകയും ചെയ്യുന്നു. ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്ന നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് രാജ്യസഭയിൽ നിന്നാണ്. കൂടാതെ പുതിയ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നതിനും പാർലമെന്റ് ചുമതലപ്പെടുത്താൻ അധികാരം രാജ്യസഭയിൽ നിഷ്പക്ഷമാണ്. അപ്പോൾ രാജ്യസഭയുടെ ലോക്സഭയുടെ സവിശേഷത മനസ്സിലാക്കി താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കാനാണ് പറയുന്നത്. ഞാൻ ഓൾറെഡി ഇതിന്റെ നോട്ട്സ് കുറച്ച് ഇംഗ്ലീഷിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ഞാൻ വായിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു ഷോർട്ട് ആൻഡ് ക്ലിപ്സ് ആയിട്ടുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇത് രണ്ടും ഫിൽ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നിയമനിർമ്മാണം ഇന്ത്യയിൽ കാണാമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇന്ത്യയിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം പാർലമെന്റിൽ നിക്ഷിപ്തമാണ്. നിയമനിർമ്മാണ പ്രക്രിയയിൽ ഭരണഘടന അനുശാസിക്കുന്നതും പിന്നീട് രൂപപ്പെട്ടു വന്നതുമായ നിരവധി നടപടിക്രമങ്ങളുണ്ട്. നിയമനിർമ്മാണം കേവലം ഒരു സാങ്കേതിക പ്രവൃത്തി മാത്രമല്ല, ഒരു രാഷ്ട്രീയ പ്രക്രിയ കൂടിയാണ്. സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള ജനാഭിപ്രായങ്ങളും സർക്കാരിന്റെ പ്രതികരണമാണ് നിയമങ്ങൾ. രാഷ്ട്രീയ പാർട്ടികളുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കുന്നതിന്റെ ഭാഗമായും ഭരണഘടനാ പാർട്ടികളുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കുന്നതിന്റെ ഭാഗമായും ഭരണഘടനാ പ്രക്രിയ കൂടുതൽ സുഗമമാക്കുന്നതിനും നിയമനിർമ്മാണം നടത്താറുണ്ട്. നിയമനിർമ്മാണത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകിയാൽ ബന്ധപ്പെട്ട മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിൽ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായ ഉദ്യോഗസ്ഥരാണ് നിയമത്തിന്റെ കരടുരൂപമായ ബിൽ തയ്യാറാക്കുന്നത്. ബിൽ വിവിധ തരമുണ്ട്. മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ലാണ് ഗവൺമെന്റ് ബില്ല്. വിവിധ തരമുണ്ട്. മന്ത്രിമാർ അവതരിപ്പിക്കുന്നത് ഗവൺമെന്റ് ബില്ല്. മന്ത്രി അല്ലാതെ പാർലമെന്റ് അംഗം അവതരിപ്പിക്കുന്ന ബില്ലാണ് സ്വകാര്യ ബില്ല്. ഇത് കൂടാതെ പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണത്തിനും ചെലവഴിക്കുന്നതിനും സംബന്ധിച്ച ബില്ലുകളാണ് ധനബില്ലുകൾ. ധനബില്ല് ലോകസഭയാണ് ആദ്യം അവതരിപ്പിക്കുന്നത്. ധനബില്ലുകൾ അല്ലാത്തവയാണ് ധനേതര ബില്ലുകൾ. ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ സാധാരണ ബില്ലുകളുമാണ് ധനേതര ബില്ലുകളായി കണക്കാക്കുന്നത്. ഒരു ബിൽ നിയമത്തിന്റെ വിവിധ ഘട്ടങ്ങൾ പരിചയപ്പെടാം. ആദ്യം 1ാം വായന, ഫസ്റ്റ് റീഡിംഗ്. ധനബില്ലല്ലാത്ത ഏതൊരു ബില്ലും ഈ സഭകളിൽ ഏതെങ്കിലും ഒന്നിൽ മന്ത്രിയോ സ്വകാര്യ അംഗമോ അവതരിപ്പിക്കുന്നു. 2ാം വായന. ഈ ഘട്ടത്തിൽ ബില്ല് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കുകയോ സഭയിൽ തന്നെ ചർച്ച ചെയ്യുകയോ ചെയ്യുന്നു. കമ്മിറ്റി അംഗം എന്നും കമ്മിറ്റി ഘട്ടം എന്നും ഇത് അറിയപ്പെടുന്നു. 2ാം വായനയാണ് കമ്മിറ്റി ഘട്ടം അറിയപ്പെടുന്നത്. മാറ്റങ്ങളോ ഭേദഗതികളോ ഈ ഘട്ടത്തിൽ സ്വീകരിക്കാം. 3ാം വായന. ബിൽ സഭ അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്നു. ബിൽ ആദ്യം അവതരിപ്പിച്ച സഭയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ഇതേ പ്രക്രിയ 2ാമത്തെ സഭയിലും ആവർത്തിക്കപ്പെടുന്നു. ഇരു സഭകളും അംഗീകരിക്കുന്ന പക്ഷം ബിൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കപ്പെടുന്നു. രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നതോടുകൂടി ബിൽ നയമായി മാറുന്നു. അപ്പം ഇതാണ് ഒരു ബില്ലിന്റെ അവതരിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. നമ്മൾ ബില്ലിന്റെ കാര്യം പറഞ്ഞു. ഇനി ഭരണഘടനാ ഭേദഗതിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. 61ാം ഭരണഘടനാ ഭേദഗതിക്ക് അംഗീകാരം. 18 വയസ്സ് പൂർത്തിയായാൽ ഇനി തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാം. 86ാം ഭരണഘടനാ ഭേദഗതിക്ക് രാഷ്ട്രപതിയുടെ അംഗീകാരം. വിദ്യാഭ്യാസം നമുക്കിനി മൗലിക അവകാശം. 101ാം ഭേദഗതി നിയമപ്രകാരം ചരക്ക് സേവന നികുതി GST നിലവിൽ വന്നു. അപ്പോൾ ഇത് നോക്കി 61ാം ഭേദഗതി നിയമപ്രകാരമാണ് 18 വയസ്സ് പൂർത്തിയായവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം കിട്ടിയതും. 86ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം വിദ്യാഭ്യാസം മൗലിക അവകാശമായി മാറ്റി. 101ാം ഭേദഗതി പ്രകാരം GST നിലവിൽ വരുന്നു. ഓക്കെ, ഭരണഘടനാ തിരുത്തലുകളോ ഒഴിവാക്കലുകളോ കൂട്ടിച്ചേർക്കലുകളോ വരുത്തുന്നതിനെയാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. ഭരണഘടനയിൽ തിരുത്തലുകളോ ഒഴിവാക്കലുകളോ കൂട്ടിച്ചേർക്കലുകളോ വരുത്തുന്നതിനെയാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. സാമൂഹിക രാഷ്ട്രീയ ആവശ്യങ്ങളെ പരിഗണിച്ച് കാലാനുസൃതമായി ഭരണഘടനയിൽ മാറ്റം വരുത്തുവാൻ ഭേദഗതി പ്രക്രിയയെ സഹായമാകുന്നു. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം പാർലമെന്റിൽ മാത്രമാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. ഭരണഘടനയുടെ അനുച്ഛേദം 368 പ്രകാരമാണ് പാർലമെന്റിന് ഭേദഗതിക്കുള്ള അധികാരം ലഭിക്കുന്നത്. ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമില്ല. ഭരണഘടനാ ഭേദഗതി ബിൽ നിയമമാകണമെങ്കിൽ ഇരു സഭകളുടെയും അംഗീകാരം അനിവാര്യമാണ്. ഇരു സഭകൾക്കിടയിലും ഭരണഘടനാ ഭേദഗതി ബില്ലിന്മേലുള്ള തർക്കങ്ങൾ പരിഹരിക്കാനായി സംയുക്ത സമ്മേളനം പോലുള്ള നടപടിക്രമമില്ല. എന്തെങ്കിലും ഒരു ഭരണഘടനാ ഭേദഗതി നിയമം ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് കണ്ടാൽ ആ നിയമത്തെ അസാധുവാക്കാൻ ജുഡീഷ്യറിക്ക് അംഗീകാരമുണ്ട്. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന വിവിധ ഭേദഘടനാ രീതികൾ പരിചയപ്പെടാം. ഭേദഗതി രീതികളാണ് താഴെ പറയുന്നത്. അയവുള്ള ഭേദഗതി, ദൃഢമായ ഭേദഗതി, അതിദൃഢമായ ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകൾ പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷത്തിലൂടെ സാധാരണ നിയമനിർമ്മാണത്തിന് സമാനമായ നടപടിക്രമങ്ങൾ വഴി ഭേദഗതി ചെയ്യാവുന്നതാണ്. ഉദാഹരണം സംസ്ഥാനങ്ങളുടെ പേര്, അതിരുകൾ പൗരത്വം തുടങ്ങിയവ. ദൃഢമായ ഭേദഗതി. ചില പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഭേദഗതി വരുത്തുവാൻ പാർലമെന്റിന് ഇരു സഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്. ഉദാഹരണം മൗലിക അവകാശങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങിയവ. ദൃഢമായ ഭേദഗതി. ചില അതിപ്രധാനമായ വകുപ്പുകൾ പാർലമെന്റിലെ ഇരു സഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം പകുതിയിൽ കുറയാതെ സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടും കൂടി മാത്രമേ ഭേദഗതി ചെയ്യാൻ കഴിയുകയുള്ളൂ. ഉദാഹരണം കേന്ദ്ര സംസ്ഥാന അധികാര വിഭാജനം, ജനപ്രാതിനിധ്യ നിയമം തുടങ്ങിയവ. ഞാൻ മലയാളം കുറച്ച് പ്രശ്നം ഉണ്ട് വായിക്കുന്നു, ചില മിസ്റ്റേക്കുകളുണ്ട്, നിങ്ങൾ ക്ഷമിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ 3 തരം ഭേദഗതികൾ പരിചയപ്പെട്ടുവല്ലോ. അതിന്റെ അടിസ്ഥാനത്തിൽ താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. സംസ്ഥാനങ്ങളുടെ പേര് മാറ്റം. എന്താണ്? സിമ്പിൾ മെജോറിറ്റി ആയിട്ടുള്ള അയവുള്ള ഭേദഗതി. 86ാം ഭരണഘടനാ ഭേദഗതി. എന്താണ് 86ാം ഭരണഘടനാ ഭേദഗതി വരുന്നത്? മൗലികാവകാശമാക്കി വിദ്യാഭ്യാസത്തെ മാറ്റുന്നില്ലേ? അപ്പോൾ അതേതാണ്? ദൃഢമായ ഭേദഗതി. അതായത് മൗലികാവകാശങ്ങളൊക്കെ ദൃഢമായ ഭേദഗതിയിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം കൺകറന്റ് ലിസ്റ്റ് ഭേദഗതി വരുത്തൽ. കൺകറന്റ് ലിസ്റ്റ് എന്നൊക്കെ പറയുന്നത് അതിദൃഢമായ ഭേദഗതിയാണ്. കാരണം കേന്ദ്ര അധികാര വിഭജനങ്ങളൊക്കെ വരുന്ന കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനങ്ങൾ വരുന്ന കാര്യങ്ങളൊക്കെയാണ് അല്ലേ. ഇനി കാലാനുസൃതമായ മാറ്റങ്ങൾ ഭേദഗതിയിൽ ഉൾച്ചേർത്തിരിക്കുന്നതിലൂടെ നമ്മുടെ ഭരണഘടന ഒരു സജീവ ഭരണഘടന ലിവിംഗ് ഡോക്യുമെന്റ് പരിഗണിക്കുന്നു. പാർലമെന്റിലെ നിയമനിർമ്മാണ പ്രക്രിയ നാം പരിചയപ്പെട്ടുവല്ലോ. പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങൾ നടപ്പിൽ വരുത്തുക എന്ന കർത്തവ്യം നിർവഹിക്കുന്നത് കാര്യനിർവഹണ വിഭാഗമാണ്. കാര്യനിർവഹണ വിഭാഗം അടുത്ത് നമ്മൾ പറയാവുന്നത് കാര്യനിർവഹണ വിഭാഗം, എക്സിക്യൂട്ടീവ്. നിയമങ്ങളുടെയും നയങ്ങളുടെയും നടപ്പിലാക്കൽ, ഭരണനിർവഹണം എന്നീ ചുമതലകൾ നിർവഹിക്കുന്ന ഗവൺമെന്റിന്റെ വിഭാഗമാണ് കാര്യനിർവഹണ വിഭാഗം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, തലവനായ മന്ത്രിസഭ എന്നിവ ഉൾപ്പെടുന്നതാണ് കാര്യനിർവഹണ വിഭാഗം. ആരൊക്കെയാണ്?
രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, തലവനായ മന്ത്രിസഭ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് കാര്യനിർവഹണ വിഭാഗം. ഇന്ത്യൻ ഭരണഘടന പ്രകാരം കാര്യനിർവഹണ വിഭാഗത്തിന്റെ അധികാരങ്ങൾ രാഷ്ട്രപതിയിലാണ് നിക്ഷിപ്തമായിരുന്നെങ്കിലും അത് നിർവഹിക്കപ്പെടുന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലൂടെയാണ്. കാര്യനിർവഹണ വിഭാഗം: രാഷ്ട്രീയ എക്സിക്യൂട്ടീവ്, പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ഉണ്ട്, പെർമനന്റ് എക്സിക്യൂട്ടീവ്, സ്ഥിരം എക്സിക്യൂട്ടീവ് ഉണ്ട്. പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് അഥവാ രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിമാർ. സ്ഥിരം എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥ വൃന്ദമാണ്. അതായത് പെർമനന്റ് ആയിട്ട് നമ്മൾ പരീക്ഷയ്ക്ക് എഴുതി പഠിച്ച് UPSC, KPSC ഒക്കെ എഴുതി വരുന്നവർ. അഖിലേന്ത്യാ സർവീസ്, ഓൾ ഇന്ത്യ സർവീസ്, സെൻട്രൽ സർവീസ്, സ്റ്റേറ്റ് സർവീസ്, കേന്ദ്ര സംസ്ഥാന സർവീസുകൾ. ഇനി രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് തന്നെ. പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് നാമമാത്രമായ എക്സിക്യൂട്ടീവ് ഉണ്ട്, യഥാർത്ഥ എക്സിക്യൂട്ടീവ് ഉണ്ട്, നോമിനൽ എക്സിക്യൂട്ടീവ് ഉണ്ട്, റിയൽ എക്സിക്യൂട്ടീവ് ഉണ്ട്. അപ്പം നാമമാത്രമായ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് രാഷ്ട്രപതിയും, യഥാർത്ഥ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയും മന്ത്രിസഭയാണ്. മുകളിൽ നൽകിയിട്ടുള്ള ഫ്ലോ ചാർട്ട് ശ്രദ്ധിച്ചല്ലോ. ഇവയോട് നമുക്ക് പരിചയപ്പെടാം. രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം: പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, സർക്കാരിന് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി, മന്ത്രിമാരുടെ എന്നിവരടങ്ങുന്നതാണ് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം. ഭരണഘടനാപരമായി രാഷ്ട്രപതിയാണ് കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ. എന്നാൽ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിൽ നൽകുന്ന ഉപദേശങ്ങൾ അതനുസരിച്ച് വേണം രാഷ്ട്രപതി പ്രവർത്തിക്കേണ്ടത്. അതേസമയം രാഷ്ട്രപതിക്ക് സ്വന്തം വിവേചനാധികാരം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സാഹചര്യങ്ങളുമുണ്ട്. രാഷ്ട്രപതിയെക്കുറിച്ച് പറയാം. പ്രസിഡന്റ്: ഇന്ത്യയിലെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവനാണ് രാഷ്ട്രപതി. 35 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. പാർലമെന്റിന്റെ ഇരു സഭകളിലെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ടറൽ കോളേജ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. 5 വർഷമാണ് രാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി. പാർലമെന്റ് വിളിച്ചു ചേരുക, ലോക്സഭ പിരിച്ചുവിടുക, പ്രധാനമന്ത്രിയെ മന്ത്രിസഭയെ നിയമിക്കുക, സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ജഡ്ജിമാരെ നിയമിക്കുക, സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുക, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക, പ്രതിരോധ സേനകളുടെ സർവ്വസൈന്യത്തിനെ പ്രവർത്തിക്കുക തുടങ്ങിയവയാണ് രാഷ്ട്രപതിയുടെ ചുമതലകൾ. രാഷ്ട്രപതി രാജി സമർപ്പിക്കുന്നത് ഉപരാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ഉപരാഷ്ട്രപതിയാണ് ചുമതല വഹിക്കുന്നത്. ഈ പ്രധാനമന്ത്രി, പ്രൈം മിനിസ്റ്റർ. രാജ്യത്തെ ഭരണത്തലവനായ പ്രധാനമന്ത്രി ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെയും മുന്നണിയുടെയും രാജ്യത്തിന്റെ നേതാവാണ്. മന്ത്രിസഭ രൂപീകരിക്കപ്പെടുന്നത് മന്ത്രിസഭയിലെയും ക്യാബിനറ്റിലെയും അംഗങ്ങളെ നിശ്ചയിക്കുന്നതും പ്രധാനമന്ത്രിയാണ്. മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റം വരുത്തുവാനും ക്യാബിനറ്റിലേക്കും മന്ത്രിസഭയിലേക്കും അംഗങ്ങളെ ഉൾപ്പെടുത്തുവാനും ഒഴിവാക്കുവാനുള്ള അധികാരം പ്രധാനമന്ത്രിക്കുണ്ട്. രാഷ്ട്രപതിയെയും മന്ത്രിസഭയെയും പാർലമെന്റിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണിയെ പ്രധാനമന്ത്രി പ്രവർത്തിക്കുന്നു. 5 വർഷ കാലാവധിക്ക് മുമ്പായി ലോക്സഭയിലെ ഭൂരിപക്ഷം നഷ്ടമായ പ്രധാനമന്ത്രി രാഷ്ട്രപതിക്ക് രാജി സമർപ്പിച്ച് പദവി ഒഴിയേണ്ടതാണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായിരിക്കുന്നതിന് ടിക്കിടുക, തെറ്റായിരിക്കുന്നതിന് തെറ്റിടുക. അപ്പം ഇപ്പൊ തന്നെ സമയം ഏകദേശം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ 12:25 അപ്പോൾ ഒട്ടത്തിന്റെ ചില പ്രശ്നം ഉണ്ടാകാണ്, കുറച്ച് ലാഗൊക്കെ വരുന്നത്. ചതയെ ക്ഷമിക്കാം. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. ഇനി മന്ത്രിസഭയുടെ ചുമതലകൾ നമുക്ക് പരിശോധിക്കാം. രാജ്യഭരണം നിർവഹിക്കുക, ദേശീയ നയവും വിദേശ നയവും രൂപീകരിക്കുക. മന്ത്രിസഭയുടെ ചുമതലകളെന്ന് പറയുന്നത് വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുക, ബില്ലുകളും ഓർഡിനൻസുകളും ഡ്രാഫ്റ്റ് ചെയ്യുക, നിയമനിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുക, ഭരണപരവും ക്ഷേമപരവുമായ മറ്റ് നടപടികളും വിദേശ ബന്ധങ്ങളും നിർവഹിക്കുക. ഇനി സ്ഥിര കാര്യനിർവഹണ വിഭാഗം, പെർമനന്റ് എക്സിക്യൂട്ടീവിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഗവൺമെന്റിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിറവേറ്റുന്നതിനും ബഡ്ജറ്റ് ഉൾപ്പെടെയുള്ള ബില്ലുകൾ രൂപീകരിക്കുന്നതിനും രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തെ സഹായിക്കുന്നതിനും ബ്യൂറോക്രസി എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥ വൃന്ദമാണ്. യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ മത്സര പരീക്ഷകളിലൂടെ തിരഞ്ഞെടുക്കപ്പെടുകയും പരിശീലനം ലഭിക്കുകയും ചെയ്യുന്ന വൈദഗ്ധ്യമുള്ളവരും നൈപുണ്യമുള്ളവർ വിഭാഗമാണ്. നിശ്ചിത റിട്ടയർമെന്റ് പ്രായം വരെ കാലാവധി ഉള്ളവരാകിയാൽ ഇവരെ സ്ഥിര കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. ഇത് വേണ്ടിയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. അടുത്ത നീതിന്യായ വ്യവസ്ഥ, ജുഡീഷ്യറി. മുകളിൽ പറഞ്ഞിരിക്കുന്ന നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങൾ ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്ന സംവിധാനമാണ് നീതിന്യായ വിഭാഗം. പൗരരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നു. അതുകൊണ്ട് നീതിന്യായ വിഭാഗം ഭരണഘടനയുടെ കാവലാണെന്ന് അറിയപ്പെടുന്നു. കാര്യക്ഷമമായ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് സ്വാതന്ത്ര്യവും നിഷ്പക്ഷവും നീതിന്യായ സംവിധാനം അനിവാര്യമാണ്. നോക്കുമ്പോൾ സുപ്രീം കോടതി നേതൃത്വത്തിലെ ഏക ജുഡീഷ്യൽ സംവിധാനമാണ് ഇന്ത്യയിലുള്ളത്. പുരോഗതി രൂപത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന നമ്മുടെ ജുഡീഷ്യൽ വ്യവസ്ഥയിൽ മുകളിലേക്ക് പോകുന്നതും കോടതികളുടെ എണ്ണം കുറയുകയും അധികാരങ്ങൾ കൂടുകയും ചെയ്യും. താഴേക്ക് വരുന്നതും കോടതികളുടെ എണ്ണം കൂടുകയും അധികാരങ്ങൾ കുറയുകയും ചെയ്യുന്നു. ഏറ്റവും താഴെ കീഴ്ക്കോടതികൾ വരുന്നത് തൊട്ട് മുകളിൽ ജില്ലാ കോടതി, അതിന് മുന്നിൽ ഹൈക്കോടതി, പിന്നെ ഒരു സുപ്രീം കോടതി. അപ്പൊ കീഴ്ക്കോടതികൾ, ജില്ലാ കോടതി, ഇങ്ങനെയാണ് പോകുന്നത്. കീഴ്ക്കോടതി, ജില്ലാ കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി. സുപ്രീം കോടതി നമ്മുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി നിലവിൽ വന്നത് 1950 ജനുവരി 28-നാണ്. ന്യൂഡൽഹിയിലാണ് ആസ്ഥാനം. 1950 ജനുവരി 28-ന് ന്യൂഡൽഹിയിൽ ആസ്ഥാനം. സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഔദ്യോഗിക കാലാവധി 65 വയസ്സാണ്. ജഡ്ജിമാരെ കാലാവധിക്ക് മുമ്പായി നീക്കം ചെയ്യുന്നതിനുമുള്ള അധികാരം പാർലമെന്റിൽ നിക്ഷിപ്തമാണ്. ചീഫ് ജസ്റ്റിസും മറ്റ് ജഡ്ജിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാജി സമർപ്പിക്കുന്നതും രാഷ്ട്രപതി മുമ്പാകെയാണ്. വിവിധ തരത്തിലുള്ള നിയമ തർക്കങ്ങൾക്ക് പരിഹാരം നൽകുന്നതോടൊപ്പം സുപ്രീം കോടതി ഭരണഘടനയുടെ പരമോന്നത വ്യാഖ്യാതാവും മൗലിക അവകാശങ്ങളുടെ സംരക്ഷകരായി നിലകൊള്ളുന്നു. സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ അതിന് പറയാൻ പോകുന്നത് ഉത്ഭവാധികാരം. സുപ്രീം കോടതിക്ക് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ചില വിഷയങ്ങളാണ് ഉത്ഭവാധികാരങ്ങളുടെ പരിധിയിൽ വരുന്നത്. ഉദാഹരണം കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾ. അടുത്ത അപ്പീൽ പരിശോധിക്കാനുള്ള അധികാരം. സുപ്രീം കോടതി ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ്. അതുപോലെ തന്നെ രാജ്യത്തെ ഏതൊരു കീഴ്ക്കോടതിയിലും വിധിയിന്മേൽ വരുന്ന അപ്പീലുകൾ സ്വീകരിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. ഉപദേശക അധികാരം, അഡ്വൈസറി ആയിട്ടുള്ള പെൻഷൻ. രാഷ്ട്രപതി ആവശ്യപ്പെടുന്ന ഏതൊരു വിഷയത്തെ സംബന്ധിച്ച് നിയമോപദേശം നൽകുവാൻ സുപ്രീം കോടതിക്ക് ഭരണഘടനാപരമായ ബാധ്യതയുണ്ട്. റിട്ട് അധികാരം. നമ്മൾ വരുമ്പോൾ പഠിക്കും റിട്ടുകൾ ഏതൊക്കെയാണെന്നുള്ളത്. മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അവയുടെ സംരക്ഷണത്തിന് റിട്ടുകൾ പ്രത്യേക ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. പുനരവലോകന അധികാരം, ജുഡീഷ്യൽ റിവ്യൂ ആണ്. അപ്പം ഭരണഘടനയുടെ സംരക്ഷണ ചുമതല നിർവഹിക്കുന്നത് നീതിന്യായ വിഭാഗത്തിന് ഏറ്റവും കരുത്തനായി നിൽക്കുന്നതിന് തന്റെ നീതിന്യായ പുനരവലോകന അധികാരമാണ്. നീതിന്യായ പുനരവലോകനം എന്നത് ജുഡീഷ്യൽ റിവ്യൂ ആണ്. പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങളിലൂടെ കാര്യനിർവഹണ വിഭാഗം പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളുടെയും ഭരണഘടനാ സാധുത പരിശോധിക്കുവാനും അവ ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് ബോധ്യമായാൽ അവയെ ഭരണഘടന വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കുവാനും സുപ്രീം കോടതിയുടെ അധികാരമാണെന്ന് നീതിന്യായ പുനരവലോകന അധികാരം. ഓക്കെ, അടുത്ത് പരസ്പര നിയന്ത്രണവും അധികാര സന്തുലിതവും, ചെക്സ് ആൻഡ് ബാലൻസസ്. ഭരണഘടനാപരമായി ഗവൺമെന്റിന്റെ അധികാരങ്ങൾ നിയമനിർമ്മാണം, കാര്യനിർവഹണം,
നീതിന്യായം എന്നീ 3 വിഭാഗങ്ങളെ വിഭജിച്ച് നൽകിയിരിക്കുന്നു. എന്നിരുന്നാലും ഇവയ്ക്കിടയിൽ യുക്തിസഹമായ ഒരു പരസ്പര നിയന്ത്രണവും ഏകോപനവും അധികാര പ്രയോഗത്തിൽ സന്തുലനവും സാധ്യമാകും നമ്മുടെ ഭരണഘടന തെളിച്ചിട്ടുണ്ട്. ചുവടെക്കൊട്ടയാണ് ദൈവം എഴുതിയ ബഡ്ജറ്റ് പരിഗണിക്കൽ, ചോദ്യോത്തരവേള തുടങ്ങിയ മാർഗങ്ങളിലൂടെ എക്സിക്യൂട്ടീവിനെയും ഇംപീച്ച്മെന്റ് പോലുള്ളവയിലൂടെ ജുഡീഷ്യറിയെയും നിയന്ത്രിക്കുവാൻ പാർലമെന്റിന് കഴിയും. ബില്ലുകൾക്ക് അംഗീകാരം നൽകിയ ദയാഹർജി പരിഗണിക്കൽ, ജഡ്ജിമാരുടെ നിയമനം, സ്ഥലമാറ്റം പോലുള്ളവയിൽ എക്സിക്യൂട്ടീവിനും പാർലമെന്റിനെയും ജുഡീഷ്യറിയെയും ക്രിയാത്മകമായി നിയന്ത്രിക്കാവുന്നതാണ്. നീതിന്യായ പുനരവലോകന അധികാരത്തോട് ജുഡീഷ്യറിക്ക് പാർലമെന്റിന്റെയും എക്സിക്യൂട്ടീവിനെയും നിയന്ത്രിക്കാൻ സാധിക്കും. ഈ ആരും കണ്ടോ ഇതെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെക്സ് ആൻഡ് ബാലൻസ് ചെയ്യുന്നു. അതായത് പരസ്പര നിയന്ത്രണവും അധികാര സന്തുലനവും ഉണ്ടാകുന്നതാണ് ഇതിനർത്ഥം. ഇന്ത്യൻ ഭരണഘടന ജനാധിപത്യം എന്ന ഭരണ സംവിധാനത്തെയും മൂല്യത്തെയും അതിന്റെ രാഷ്ട്ര സങ്കല്പങ്ങളെ ഉറപ്പിക്കുന്നു. അധികാര കേന്ദ്രീകരണം ഒഴിവാക്കുന്നതിനും സ്വേച്ഛാധിപത്യ പ്രവണതകൾ തടയുന്നതിനും ജനാധിപത്യം പരിപാലിക്കുന്നതിനും വേണ്ടിയാണ് ഗവൺമെന്റിന്റെ അധികാരം 3 ശാഖകൾക്കിടയിൽ വിഭജിച്ച് നൽകിയിരിക്കുന്നത്. സുന്ദരസമ്പത്തിന്റെ ആശയങ്ങളും അഭിലാഷങ്ങളും ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങളും ദർശനങ്ങളും വ്യവസ്ഥാപിതമായേക്കാനുള്ള ശ്രമങ്ങളാണ് ഗവൺമെന്റിന്റെ ശാഖകളിലൂടെ നമ്മുടെ രാഷ്ട്രം നടപ്പിലാക്കി വരുന്നത്. ഇത്രയുള്ള ഈ ചാപ്റ്റർ. അപ്പോൾ ഇത് ഇന്ന് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ടെടുത്തത്. ഇപ്പോൾ 12:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ജസ്റ്റ് ഒന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ ഇതിന്റെ ഇംഗ്ലീഷ് നോട്ട്സ് ഞാൻ പ്രൊവൈഡ് ചെയ്യാം അടുത്ത വീഡിയോയിൽ. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഒരു ചാപ്റ്റർ നമ്മൾ ഇത്രയും കംപ്ലീറ്റ് ചെയ്തു. കുറച്ച് ലെങ്തി ആയാലും കുറച്ച് ലാഗുണ്ട്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ കുറച്ചും കൂടി നന്നായിട്ട് ഇത് പഠിക്കാനൊക്കെ ശ്രമിക്കാം. അപ്പോൾ ഒരു ഗൈഡൊന്നും അവൈലബിൾ അല്ല. ഇനി അടുത്ത ദിവസം അടുത്ത ചാപ്റ്റർ ആയിട്ട് കാണാം. അണ്ടിൽ ദെൻ ബൈ, ടാറ്റാ, ഗുഡ് നൈറ്റ്.